ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തന്നു എന്ന് കേട്ട ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരിക്കും. ഈ മനസ്സ് അമ്മയുടെ വയറ്റിൽ പറഞ്ഞ എന്റെ ഭർത്താവിന് മനസ്സിലായില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് നന്നായി മനസ്സിലാകും. നിന്റെ കയ്യില് കുറച്ച് പണം കടം തരം കാണൂ. അമ്മ പറഞ്ഞു കേട്ട് നിനക്കൊരു വിഷമം തോന്നിയില്ലേ? എന്തിനു തോന്നണം? അമ്മ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ അവരുടെ പണം വാങ്ങി ദൂർത്തടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും നീയും പങ്കുവച്ചിട്ടില്ലേ? ആ നിലയ്ക്ക് അമ്മയുടെ വാക്ക് നിനക്കും കൊള്ളേണ്ടതല്ലേ? നോണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഭർത്താവിന്റെ പൈസയുടെ പങ്ക് പറ്റിയെന്ന് പോലും. ഹരിതേ, അമ്മയ്ക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. കടമായിട്ട് തന്നാ മതി, ഞാനത് തിരിച്ചു തന്നോളാം. പ്ലീസ്. അമ്മ എന്താ? എന്താ മോളെ ഇത്? കുറച്ച് പണം അമ്മ. ഇത് നിനക്ക് കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല. പ്രകാശേട്ടന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് എടുത്തു വെച്ച പൈസയല്ല. ഇതെന്റെ അമ്മ എച്ചിൽ പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാ. ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടിവെച്ച് എനിക്ക് തരും. ഇതുവരെ ഒരു നല്ല സാരി പോലും എടുത്തിട്ടില്ല എന്റെ അമ്മ. ഒരു സാരി പോലും എനിക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റിയിട്ടില്ല. മോളെ, ഈ പൈസ എനിക്ക് വേണ്ട. ഇത് വാങ്ങിയ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മ ഇത് വാങ്ങണം. വേണ്ട മോളെ. എന്റെ അമ്മയുടെ കാശായതുകൊണ്ടാണോ? ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തന്നു എന്ന് കേട്ട ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരിക്കും. ഈ മനസ്സ് അമ്മയുടെ വയറ്റിൽ പറഞ്ഞ എന്റെ ഭർത്താവിന് മനസ്സിലായില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് നന്നായി മനസ്സിലാകും. മോളെ, ഈ പണം പുറത്തു പോകുമ്പോ എന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാ. എന്റെ അച്ഛനെ എനിക്ക് തന്ന പണവാ. ഈ പണം കൊണ്ട് നീ അമ്മയെ സഹായിച്ച അങ്ങനെ ഇപ്പൊ ഞെളിയണ്ട. പണം വേണമെങ്കിൽ പോയി പണിയെടുത്തുണ്ടാക്കടാ. നീ എന്താ പറഞ്ഞ? നീ ദൂർത്തടിച്ച കാശിന് ഞാനും പങ്കുപറ്റിയിട്ടുണ്ടെന്നോ? ഉണ്ടാകാം. അതൊരു ഭാര്യയുടെ അവകാശമാ. അല്ലാതെ ഈ കുടുംബത്തോടുള്ള ബാധ്യതയാവുന്നില്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ അവസ്ഥയില് എന്തവസ്ഥ? അവസ്ഥയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നല്ലേ? മനോജ്, നിന്നോട് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. കുളിച്ചു കുട്ടപ്പനായി മീശയും വെച്ച് നടന്ന ആണാവില്ല. ആണാണെന്ന് പെണ്ണിന് തോന്നണം.
അങ്ങനെ തോന്നണമെങ്കിൽ ഒരു തളർച്ച വന്ന താങ്ങാവാൻ താലി കെട്ടിയവൻ അവൾ കൊണ്ടാവുമെന്ന് ഉറപ്പ് വേണം. ആ ഉറപ്പ് നൽകാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമ്പോ നീ വാ. നീ പറയുന്നവർക്ക് ഈ പണമല്ല, എന്റെ ചങ്ക് പറിച്ച് ഞാൻ തരും. ഹരിതേ, വേണ്ട. ഇതുവരെ വാക്കുകൾ വളരെ സൂക്ഷിച്ച ഉപയോഗിച്ചത്. ഇനി അതിന് പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡാ ഞാൻ. മനോജ്, പ്ലീസ് ലീവ് മീ. ഇനി മുതൽ എന്നും രാവിലെ നടത്താം. പിന്നെ തിരിച്ചു വരുമ്പോ പച്ചക്കറിയും വാങ്ങാം. കൊള്ളാങ്കളെ, സൂപ്പർ ഐഡിയ. ഷേർലി മിസ് പറഞ്ഞു പച്ചക്കറികളും കഴിക്കണോന്ന്, രാവിലെ നടക്കാനും അതാണ് വേണമെന്ന്. മിസ്സിന് ദൂരമുണ്ട്. അങ്കിളെ, മിസ് ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താ? എന്റെ പ്രായത്തിലുള്ള കുട്ടികള് ഇടയ്ക്കിടയ്ക്കൊക്കെ ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതാണെന്ന്. മിസ് അങ്ങനെയൊക്കെ പറഞ്ഞോ? ആഹാ, ആ മിസ് കൊള്ളാലോ. ഇനി വിളിക്കുമ്പോ ആ മിസ്സിനോട് എനിക്കൊന്ന് ചോദിക്കണം. വന്ദനമ്മേ, നോക്കിയേ, നമ്മൾ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ടല്ലേ പോയത്. ഇപ്പൊ ദേ തുറന്നു നടക്കുന്നു. ജഗൻ വാതില് പൂട്ടിയിട്ടല്ലേ ഇറങ്ങിയത്? ആ അതെ. താക്കോല് കണ്ടില്ലേ? ഈ താക്കോൽ എന്റെ കയ്യിൽ ഇരിക്കുമ്പോ വേറെ ആരാ വാതിൽ തുറക്കാൻ? പിന്നെ ആരാ വാതില് തുറന്നത്? ജഗനങ്ങളെ, വല്ല കള്ളന്മാരും ആയിരിക്കോ? അതറിയണമല്ലോ. വാ നോക്കാം. നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. രാവിലെ 3 പേരും കൂടെ നടക്കാൻ ഇറങ്ങിയാണോ? ആ, മലക്കറി കിറ്റൊക്കെ ഉണ്ടല്ലോ. ഞങ്ങള് വീട് പൂട്ടിട്ടാണല്ലോ പുറത്തേക്ക് പോയത്. പണിക്കരേട്ടനാണോ വാതിൽ തുറന്നത്? അതെ, വീട്ടുടമസ്ഥന്റെ കയ്യില് ഒരു സ്പെയർ താക്കോല് കാണുമല്ലോ, അതുപയോഗിച്ചാണ് തുറന്നത്.